सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै मा विद्विषावहै. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരു സത്സംഗത്തിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സത്സംഗത്തിലേക്കാണ് ഞാൻ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ ഏറെ സന്തോഷമുണ്ട്. ശ്രീ രാമൻ നായരാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. അതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഈ അദ്വൈത സഭയോടും എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഞാനിവിടെ മറ്റുള്ളവർ എന്ത് പറയുന്നു, എനിക്ക് എന്ത് ഗ്രഹിക്കാൻ പറ്റും എന്നുള്ള അന്വേഷണത്തോടെയാണ് ഈ ക്ഷണം സ്വീകരിച്ചത്. കാരണം ഞാനൊരു ആട് മേയുന്നത് പോലെ പലതും അവിടെ ഇവിടെയൊക്കെ ഇത്തിരി അവിടെ കടിച്ചു, ഇത്തിരി ഇവിടെ കടിച്ചു, അങ്ങനെയാണ് എൻ്റെ അറിവിൻ്റെ സമ്പാദനം. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ആധികാരികമായി പറയാനുള്ള അധികാരമോ അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംഭവം എനിക്കില്ല. പക്ഷേ എന്നാലും പിന്നെ ഒരു കവി എന്നുള്ള നിലയിൽ ആണ് തീർച്ചയായിട്ടും എന്നോട് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, കവികൾക്ക് ഒരു ലൈസൻസ് ഉണ്ട്, പോയറ്റിക് ലൈസൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കാതെ, കാരണം ഇനി ആളുകൾ സംസാരിക്കാനുണ്ട്. ഒരു അദ്വൈത സഭയെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായ മുന്നറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു വിശിഷ്ടമായ സഭ രൂപീകരിച്ചിരുന്നുവെന്നും പല സാമൂഹിക മാറ്റങ്ങൾക്കും കാരണമായ ചിന്തകൾ അതിൻ്റെ വേദിയിൽ ഉരുത്തിരിഞ്ഞിരുന്നുവെന്നും ഒക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയൊരു തിരിച്ചറിവായിട്ട് ഞാൻ വളരെ നന്ദിപൂർവ്വം എൻ്റെ ഒരു നേട്ടമായി ഞാനിത് കാണുന്നു. എന്തായാലും ഏതൊരു കാര്യവും അതിൽ ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ, അതിലൊരു ജീവൻ തുടിക്കുകയാണെങ്കിൽ, ഒരു വിത്ത് അത് എപ്പോഴെങ്കിലും അനുകൂലമായ സാഹചര്യം കിട്ടുമ്പോൾ അത് വീണ്ടും മുളപൊട്ടി പുറത്തു വരും. അതുപോലെയാണ് മഹത്തുക്കളുടെ, ചട്ടമ്പി സ്വാമികളുടെ, നാരായണ ഗുരുവിൻ്റെ, നീലകണ്ഠ തീർത്ഥപാദരുടെ, മറ്റ് സാമൂഹിക ഉന്നമനം കാംക്ഷിച്ച നല്ല മനുഷ്യരുടെ ചിന്തകളും പ്രാർത്ഥനകളും സങ്കല്പങ്ങളും വെറുതെ പോകില്ല. അത് വളരെ ശക്തമായ ഒരു കണ്ടൻ്റായിട്ട്, ഒരു ഉള്ളടക്കമായിട്ട് ഇത് എവിടെയോ കിടന്നു. അത് ഈ നമ്മുടെ ശ്രീ പെരുമുറ്റം ശ്രീ രാധാകൃഷ്ണൻ സംഘവും അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ, അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഞാൻ അവരെ കാര്യമായി അഭിനന്ദിക്കുകയാണ്. അതവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത് ഒരു വളരെ വളരെ പ്രാർത്ഥനയും സങ്കല്പവും നിറഞ്ഞ ഒരു ബീജമാണ്, അല്ലെങ്കിൽ ഒരു ജീവസത്തയാണ്. അത് വീണ്ടും ഉയർക്കൊള്ളുകയാണ്. അതിന് നമ്മൾ സ്വയം നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുക, നമ്മൾ അതിൽ ആനന്ദിക്കുക. ഇതൊരു പക്ഷേ ബാഹ്യമായിട്ട് ഇത് വലിയ ചലനം ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ എന്തും നമ്മളുടെ സങ്കല്പങ്ങളും നമ്മളുടെ ചിന്തകളും ഈ അന്തരീക്ഷത്തിലുണ്ടാകും. നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ നല്ല ചിന്തകൾ തീർച്ചയായിട്ടും ചീത്ത ചിന്തകളുമുണ്ട്. പക്ഷെ നമ്മളുടെ നല്ല ചിന്തകളുടെ പ്രകാശം ഈ അന്തരീക്ഷത്തിൽ വരുന്നു. ഈ സ്വാമി സംസാരിച്ചപ്പോഴും തുടർന്നുള്ളവർ സംസാരിച്ചപ്പോഴും എനിക്ക് വിയോജിക്കുന്നതായിട്ട് ഒന്നുമില്ല. അവർ പല തലങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പല സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നും സംസാരിച്ച് എല്ലാം ഇതിന് ബലം കൊടുക്കുന്ന ചിന്തകളാണ്. അത്
അവരോട് നന്ദി തോന്നുന്നു. പിന്നെ ഇത് ബാഹ്യമായിട്ട് ഒരു ചെറിയ സംരംഭമായിക്കൊള്ളട്ടെ, എങ്കിലും പണ്ട് എൻ്റെ ആശയമല്ല, ഞാൻ കേട്ടൊരാശയം പറയുകയാണ്. വളരെ വലിയ ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു അറയിൽ ഒരു ചെറിയ ദീപം ആണെങ്കിലും കൊളുത്തിയാൽ തീർച്ചയായിട്ടും അവിടെ പ്രകാശം വരും ഇരുട്ടിനകത്ത്. അപ്പം അതുപോലെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ സങ്കല്പങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ചിന്തകളെല്ലാം തന്നെ ഒരു നന്മയ്ക്ക് ആയിട്ടുള്ള നമ്മളുടെ ഇപ്പോൾ പുതുതായി വന്നു ചേർന്നിട്ടുള്ള ഇരുട്ടിൽ, ഈ കാലഘട്ടത്തിൻ്റെ പുതുതായി വന്നു ചേർന്നിട്ടുള്ള ഇരുട്ടിൽ നറുനേത്തിരികളാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം, നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാം. ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ജാതി ഒരു ഗ്രൂപ്പ്, അതായത് ഒരു സംഘത്തിലേക്ക് നമ്മൾ ചേരുക, അത് ഇപ്പം തന്നെ നമ്മളൊരു സംഘത്തിൽ ചേർന്നിരിക്കുകയാണ്. ഇതൊരു ഉറച്ച ജാതിയല്ല, പക്ഷെ എപ്പോഴും നമ്മൾ സമൂഹ ജീവികളെന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം നമ്മളുടെ കുടുംബം, ബേസിക്കായിട്ട് നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്നു, പിന്നെ നാട്ടുകാരോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഏതോ രീതിയിൽ ഈ ജാതികളും മറ്റും ഉണ്ടായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സ്വാമി പറഞ്ഞതുപോലെ അതിനോടൊപ്പം ഈ മനസ്സിലെ ചിന്ത, ഭേദഭാവം അത് കളയാൻ നമുക്ക് കഴിയണം. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി മാത്രം, എൻ്റെ ജാതിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കാതെ നമ്മൾ മനുഷ്യന് വേണ്ടി മാത്രമല്ല, ചട്ടമ്പി സ്വാമികളുടെ മനോഹരമായ ചിന്താസരണി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അനുയാത്ര ചെയ്യുകയാണെങ്കിൽ, എല്ലാ ഉറുമ്പുകളോട് പോലും നമുക്ക് ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന സ്വഭാവം മാറ്റാനും, നമ്മളെല്ലാത്തിനോടും സമഭാവനയായി, ഭേദഭാവമില്ല. അതാണ് മുൻപേ പറഞ്ഞത്, അദ്വൈതം ആണ്. അദ്വൈതത്തിൽ എല്ലാം അത് സത്തയിലാണ്, പക്ഷെ ബാഹ്യമായിട്ടുള്ള സാംസ്കാരികമായും സാമൂഹ്യമായിട്ടും പല വ്യത്യാസങ്ങളിൽ നമ്മൾ അതാണ് സത്യം എന്ന് വിചാരിച്ചു പോകുന്നു. പക്ഷെ അതിനെ മാറ്റാൻ എന്താണ് നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതി, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം തന്നെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു നന്മ അതിലേക്ക് വരണം. അതിന് കുട്ടികളെ ചെറു പ്രായത്തിൽ തന്നെ, ഇപ്പോൾ സ്വാമി ഒരു സ്കൂൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു മനോഹരമായ ചിന്ത വരുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥന വരുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ആന്തരികമായ ഉയർച്ചയാണ് ആത്യന്തികമായിട്ട്. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത് പഠിക്കാൻ തന്നെയാണ്. എല്ലാവരും സ്റ്റുഡൻസ് തന്നെയാണ്. അത് അവസാനം വരെ മരണത്തോടുകൂടി ലാസ്റ്റ് ലെസൺ നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മൾ പഠിക്കുന്നു, നമ്മൾ തെറ്റുകൾ വരുത്തുന്നു, നമ്മൾ അതിൽ തിരുത്തുന്നു, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ ഉള്ളിലും മാറ്റം വരുന്നതാണ്. നമ്മുടെ ജീവൻ്റെ പ്രയാണമാണ് നമ്മളിവിടെ ഒരു ത്വരിതഗതിയിലാക്കാൻ, അല്ലെങ്കിൽ റിയലൈസേഷൻ ഉണ്ടാക്കാൻ നമ്മളിവിടെ വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കി. ഇപ്പോൾ ഈ ആളുകളുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഗുരുക്കന്മാരുടെയൊക്കെ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഭേദഭാവം ഇതിലെ അദ്വൈത സഭയുടെ ഈ പ്രബന്ധത്തിൽ അത് തന്നെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ മനസ്സ് മാറുക. നമ്മൾ നിന്ന് ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ഏതാണ്ട് മനസ്സ് മാറിയ മനസ്സുകളായിരിക്കും. പക്ഷെ അത് ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി പുറത്തുള്ളവരിലേക്കും കൂടി സംക്രമിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുംകാലങ്ങളിൽ ചിന്തിക്കാൻ പറ്റട്ടെ. ഈ പറഞ്ഞതുപോലെ നമ്മൾക്കൊരു മാറ്റം വരുത്താൻ കഴിയട്ടെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കുന്നു. അതിന് സമർപ്പിതരായിരിക്കുന്നവരാണ്. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഈ ആശയങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. എനിക്ക് വസ്തുതയിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ നമുക്കൊരു ജാതിരഹിതമായ അല്ലെങ്കിൽ മനസ്സാണ്. പക്ഷേ നമ്മളെ ജാതിയായിട്ട് കാണുന്നവരുണ്ടല്ലോ, നമ്മുടെ മാത്രമല്ല, സമൂഹം അങ്ങനെയാണല്ലോ. പക്ഷേ ഗുരു പഠിപ്പിച്ചത് ഒരു വ്യത്യാസവും
നിങ്ങളുടെ മനസ്സിൽ പാടില്ല എന്നാണ് ഗുരുവിൻ്റെ ഗുരു ഒരു സൂഫി, ഒരു മുസ്ലിം ഒരു പട്ടാണി സ്വാമിയായിരുന്നു. എൻ്റെ ഗുരു കരുണാകര ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഇതാണ്: ഒന്നിനെയും നിന്ദിക്കരുത്, നിന്ദിക്കാതിരിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹത്തിൻ്റെ ഒരു കടലായിട്ട് ഒഴുകാൻ സാധിക്കട്ടെ ആളുകളെ കൂട്ടി. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല, എനിക്കത്ര ആത്മശക്തി സമ്പാദിക്കേണ്ട സാധനയില്ല. പക്ഷേ സാധനയുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഈ ഒരു നന്മ സമൂഹത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയട്ടെ എന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുന്നു. എനിക്ക് ഈ സന്ദർഭം തന്നതിന് ഞാൻ എല്ലാവരോടും നന്ദിയുള്ളതാണ്. വളരെ വളരെ സന്തോഷം. എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മശക്തി ഇപ്പോൾ വളരെ കുറഞ്ഞു പ്രായം കാരണം അതുകൊണ്ട് പരിചയിക്കാൻ മറന്നു പോകുന്നുണ്ട്. അത് എന്നാലും എല്ലാവരെയും കണ്ടതിലും അറിയാൻ കഴിഞ്ഞതിനും പരിചയങ്ങൾ പുതുക്കിയതിലും എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ രാമൻ നായരോട് ഒന്നുകൂടി കടപ്പെട്ടവരായിരിക്കുന്നു. നന്ദി. എല്ലാവർക്കും ഒരു നല്ല ജീവിതം, നല്ല മനസ്സ്, നല്ല ഭാവി ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.